5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ചെയ്തിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയ സാധ്യതകളെക്കുറിച്ചാണ് നിലമ്പൂരിൽ. അതുകൊണ്ട് ആ വീഡിയോ എല്ലാവരും കാണണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ അൻവറിൻ്റെ PV അൻവറിൻ്റെ വിജയ സാധ്യതകളും അതിൻ്റെ കാരണങ്ങളും എന്താണെന്നാണ്. PV അൻവർ ജയിക്കുകയാണെങ്കിൽ വലിയൊരു പൊളിറ്റിക്കൽ അട്ടിമറി ആയിരിക്കും അവിടെ നടക്കുന്നത്. ഒരു ബോംബായിരിക്കും അവിടെ പൊട്ടുന്നത്. അങ്ങനെ ബോംബ് പൊട്ടുമെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കും. സതീശൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്ഷിപ്പിലേക്കുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല പോലുള്ളവർക്ക് കുറച്ചുകൂടെ ഊർജ്ജം കിട്ടും. ലീഗിൻ്റെ കാര്യം, ലീഗിന് ഉത്തരം പറയേണ്ടി വരും. ലീഗിൻ്റെ മുസ്ലിം ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാതെ ലീഗിന് വോട്ടുകൾ എവിടെ പോയി, മുസ്ലിങ്ങളുടെ വോട്ടുകളെന്ന് പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും നമ്മുടെ PV അൻവറിനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഘടകം PV അൻവർ തന്നെയാണ്. PV അൻവർ ഇന്നലെയും മിനിയാന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുമ്പും വളരെ വലിയ ബോഡി ലാംഗ്വേജോടുകൂടി വളരെ കരുത്തോടു കൂടിയിട്ടാണ് വന്ന് പറയുന്നത് 75,000 വോട്ട് പിടിക്കും. ആദ്യം മുതലേ PV അൻവർ അത് പറയുന്നു. അത് PV അൻവർ തന്നെയാണ് അതിൻ്റെ സോഴ്സ് പറയുന്നത്. 75,000 വോട്ട് പിടിക്കും, ഒരു 35,000 വോട്ട് സ്വരാജ് പിടിക്കും, 45,000 വോട്ട് ആര്യാടൻ ഷൗക്കത്ത് പിടിക്കും. അപ്പോഴും 10,000, 20,000, 30,000 വോട്ടിന് PV അൻവർ ജയിക്കുമെന്ന് PV അൻവർ പറയുന്നു. അതാണ് അതിൻ്റെ ആധികാരികത. രണ്ടാമത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ആൻറ്റി ഇൻകംബൻസ് വോട്ടുകളുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണമായി PV അൻവറിന് പോകുമോ? അടുത്ത ചോദ്യം. മൂന്നാമത്തെ വരുന്ന ചോദ്യം, അവിടെ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി വന്യജീവികൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെയുള്ള പോരാട്ടവും പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടവും എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് PV അൻവർ. അത് ഷൗക്കത്തിൽ നിന്ന് മാറി PV അൻവറിലേക്ക് അടിച്ചാൽ PV അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. 9 വർഷക്കാലം അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം വലിയ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കോവിഡ് കാലത്ത് ആളുകൾക്ക് ഭക്ഷണവും സഹായവും ഒക്കെ എത്തിച്ചിരുന്നു, തുകയൊക്കെ എത്തിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രളയം കഴിഞ്ഞതിന് ശേഷം ധാരാളം വീടുകൾ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായത്തോടു കൂടിയും സെലിബ്രിറ്റികളുടെയൊക്കെ സഹായത്തോടെ ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ വികസനമാണ് നിലമ്പൂരിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിലമ്പൂറുകാർ എന്നെ കൈവിടില്ല, അൻവറിൻ്റെ അടുത്ത വാദം. അങ്ങനെ പിണറായിസത്തിനെതിരെയുള്ള തൻ്റെ തിരഞ്ഞെടുപ്പ്, വന്യജീവികളിൽ നിന്നുള്ള ആക്രമണത്തിനെതിരെയുള്ള തൻ്റെ തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ അഴിമതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതിനെതിരെയുള്ള പോരാട്ടം, പിന്നെ ഒരു സഹാനുഭൂതി അവിടെയുണ്ട്. CPM-നകത്തുള്ള തന്നെ മുസ്ലിം ജനങ്ങൾക്കിടയിൽ ഒരു സഹാനുഭൂതി കുത്തിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ ചതിച്ചു എന്നൊരു സഹാനുഭൂതി അവിടെ കുത്തിവെക്കാൻ കഴിയും. അത് സിമ്പതിയായി വോട്ടായി മാറിയാൽ PV അൻവറിന് സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം യൂസഫ് പടാനെ കൊണ്ടുവന്നതോടുകൂടി യുവാക്കളുടെ ഇടയിൽ വലിയൊരു ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില സഹായങ്ങൾ നേടിയിട്ടുണ്ട്. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ചില സഹായങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അതുപോലെ ധാരാളം ആളുകളെ PV അൻവർ സഹായിക്കുന്ന ആളാണ്, സാമ്പത്തികമായി സഹായിക്കുന്ന ആളാണ്, വലിയ കുടുംബ ബന്ധമുള്ള ആളാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ കുടുംബവുമായും ഫാമിലിപരമായി നല്ല ബന്ധമുള്ളതാണ്, അവർ ശത്രുതയിലുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കറങ്ങി വരുമ്പോൾ സ്വാഭാവികമായി അൻവർ പറയുന്നത് സംഭവിക്കുമോ? മറ്റാരോട് ഇത് ചോദിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പും ഇന്ന് രാവിലെയും അൻവർ പത്രപ്രവർത്തകരെ കാണുമ്പോൾ പറയുന്നത് 75,000 വോട്ട് പിടിച്ചിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 10,000, 20,000 വോട്ടിന് 30,000 വോട്ടിന് അൻവർ ജയിക്കുമെന്നാണ് അൻവർ പറയുന്നത്. ഈ അൻവറിൻ്റെ കാൽക്കുലേഷൻ രാഷ്ട്രീയത്തിനപ്പുറം അൻവർ തന്നെ പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം വളരെ വലുതാണ്. തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം കാൽനടയായി അസംബ്ലിയിലേക്ക് വരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് അൻവർ. ആ ആത്മവിശ്വാസം വോട്ടായി മാറിയാൽ തീർച്ചയായിട്ടും അൻവർ അട്ടിമറിക്കും. അങ്ങനെ അട്ടിമറിച്ചാൽ അത് പലരുടെയും രാഷ്ട്രീയ ഭാവിയുടെ തലകൾ ഉരുളും. സ്വരാജിന് ഇനിയൊരു മത്സരം ഉണ്ടാവുക വളരെ പ്രയാസമായിരിക്കും. ആര്യാടൻ ഷൗക്കത്ത് ഒരു പ്രാവശ്യം തോറ്റു അൻവറിനോട്, വീണ്ടും തോൽക്കുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിനോട് തോൽക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും വളരെ പ്രതിസന്ധിയായിരിക്കും. സതീശനെതിരെയുള്ള തലകളെല്ലാം കൂടി ഉരുണ്ടുകൂടുവാനും സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസ്സിലുള്ളവർക്ക് കഴിയും. അങ്ങനെ ബഹുതലങ്ങളുള്ള വലിയ തരത്തിലുള്ള ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന കോൺഗ്രസ്സിലും CPM-ലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി അൻവർ ജയിച്ചാൽ ഇത് സംഭവിക്കും. നടക്കുമോ എന്ന് നമുക്ക് 23 വരെ കാത്തിരിക്കാം.